ജീവിതത്തിൻ്റെ സമ്പൽ സമൃദ്ധമായ ഒരു തീരം തേടി മലനാട്ടിൽ നിന്നും മറുനാട്ടിലെത്തിയവരെ കുറിച്ചാണ് മറുനാടും മലനാടും. എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ജയദർശനൻ. ഞാനിപ്പോൾ ദുബൈയിൽ വന്നിട്ട് 16 കൊല്ലമായി. 16 വർഷം മുമ്പ് വരാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ പഠിച്ചിട്ട് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ജീവിതമാർഗം നോക്കി നാട്ടിൽ നിന്ന് വരേണ്ടതായിട്ട് വന്നു. അങ്ങനെയാണ് ഗൾഫിൽ വന്നത്. എൻ്റെ നാട് കൊല്ലത്താണ്, കൊട്ടാരക്കര പുത്തൂര്. ഞാനിവിടെ ഇപ്പോൾ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ സപ്ലൈ, ഇൻസ്റ്റലേഷൻ, മെയിൻ്റനൻസ് എല്ലാം ചെയ്യുന്ന കമ്പനിയാണ്. എൻ്റെ സ്വന്തം കമ്പനിയാണ്. ഞങ്ങൾ സ്വന്തമായിട്ട് തുടങ്ങിയിട്ട് 6 വർഷമായി. ഞങ്ങൾ ആദ്യം തുടങ്ങുമ്പോൾ 4 ടെക്നീഷ്യന്മാരും ഞാനും വൈഫുമായിട്ടാണ് തുടങ്ങിയത്. ഇപ്പോൾ 6 എഞ്ചിനീയർ ഉൾപ്പെടെ മൊത്തം 32 തൊഴിലാളികളുണ്ട്. ഞങ്ങളുടെ കമ്പനിയുടെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ നല്ല സർവീസ് കൊടുക്കുക, നല്ല ബെനിഫിറ്റ് ഉണ്ടാക്കുക. അതാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. ഞങ്ങൾ സമയം നോക്കുന്നില്ല, സമയം നോക്കാതെ അധ്വാനിക്കുകയാണ്. രാവിലെ 6-6:30 ആകുമ്പോൾ ഞങ്ങൾ ഓഫീസിൽ വരും. ചിലപ്പോൾ 6:20 ആകുമ്പം വരും. വൈകിട്ട് 7 മണി 8 മണിയൊക്കെ ആകും ഞങ്ങൾ ഓഫീസിൽ നിന്ന് പോകാൻ. അത്രയ്ക്ക് ഞങ്ങൾ അധ്വാനിക്കുന്നുണ്ട്. അതിൻ്റെ പ്രയോജനം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഫയർ ആൻഡ് സേഫ്റ്റി കമ്പനിയിൽ ഞാൻ സെയിൽസിലാണ് ആദ്യമായിട്ട് ജോലിക്ക് കയറിയത്. അത് കഴിഞ്ഞിട്ട് സെയിൽസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരെന്നെ മാനേജരാക്കി. അങ്ങനെ ആ കമ്പനിയുടെ മാനേജരായിട്ട് ഞാൻ 10 വർഷത്തോളം ജോലി ചെയ്തു. ആ ഒരു അനുഭവ സമ്പത്താണ് എന്നെ സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങാൻ പ്രേരിപ്പിച്ചത്. ഈ ഫയർ ആൻഡ് സേഫ്റ്റി രംഗത്ത് ഇപ്പം നല്ല കോമ്പറ്റീഷൻ നിൽക്കുന്നുണ്ട്. എന്നാൽ നല്ലവണ്ണം വർക്ക് ചെയ്യുന്നവർക്ക് എത്ര ഭീഷണിയെന്ന് പറയാൻ പറ്റത്തില്ല. ചില ആൾക്കാരുണ്ട് എങ്ങനെയെങ്കിലും അവർക്ക് സിവിൽ ഡിഫൻസിൻ്റെ അപ്രൂവൽ കിട്ടിയാൽ മതി. മറ്റു ചിലർ പറയുന്നത് ഞങ്ങൾക്ക് നല്ല സേഫ്റ്റി വേണം, അതിന് നിങ്ങൾ എത്ര പ്രൈസ് ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഞങ്ങൾക്ക് സേഫ്റ്റി വേണം, അങ്ങനെ ചെയ്യാൻ പറയുന്ന ആൾക്കാരുണ്ട്. ഒരു 5000 രൂപയുടെ കൊട്ടേഷൻ കൊടുത്താൽ 4000 രൂപയ്ക്കും 3000 രൂപയ്ക്കും പണി ചെയ്യാൻ ആളുണ്ട്. വില കുറഞ്ഞ സാധനങ്ങൾ കൊണ്ടുവച്ചും പിന്നെ സ്വന്തമായിട്ട് സാധനങ്ങളുള്ളവർക്ക് അതിനനുസരിച്ച് വില കൊടുത്തിട്ട് മേടിച്ച് വയ്ക്കാൻ പറ്റും. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ള സപ്ലൈസിൻ്റെ നിന്ന് മേടിച്ച് ഫിറ്റ് ചെയ്യുന്ന സമ്പ്രദായം നമുക്കുള്ളത്. ഇവിടുത്തെ ഫയർ ആൻഡ് സേഫ്റ്റി ഭയങ്കര സ്ട്രിക്റ്റാണ്. അതിനനുസരിച്ച് അവരുടെ റൂൾസും റെഗുലേഷൻസും എല്ലാം വെച്ചിട്ട് എഞ്ചിനീയർമാരെയും ടെക്നീഷ്യന്മാരെയും എല്ലാം വെച്ചിട്ട് ഞങ്ങൾ ലൈസൻസ്, സിവിൽ ഡിഫൻസ് ലൈസൻസ് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി അങ്ങനെ പ്രൊഫഷണലായിട്ട് തന്നെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തുടങ്ങിയ സമയം തൊട്ട് തന്നെ ഞങ്ങൾ ഇവിടുത്തെ ഗ്ലോബലിലൊക്കെ സർവീസിങ്, മെയിൻ്റനൻസും എല്ലാം ചെയ്യുന്നുണ്ട്. എടുത്തു പറയുന്ന പ്രോജക്റ്റ് ബർജ് ഖലീഫയിൽ 160ാം നിലയിൽ ലോകത്തിലെ ഏറ്റവും ഹൈറ്റിലുള്ള പള്ളി, അവിടെ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഫുള്ള് പണി ചെയ്തത് ഞങ്ങളുടെ കമ്പനിയാണ്. ദുബായ് മറീനയിൽ മറീന മാൻഷൻ ടവർ, KG ടവർ, ഇതിൻ്റെയൊക്കെ മെയിൻ്റനൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ ഈ ബിൽഡിങ്ങുകളിലേക്കുള്ള ഫയർ അലാറവും ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം ഉണ്ടല്ലോ, പമ്പും സ്പ്രിംഗ്ലറും ഹോസ് റീൽ, ഫയർ എക്സ്റ്റിംഗ്വിഷർ 3 മാസത്തിലൊരിക്കൽ പോയിട്ട് ചെക്ക് ചെയ്ത് സർവീസ് ചെയ്ത് തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ട് അതിൻ്റെ പ്രഷറൊക്കെ ചെക്ക് ചെയ്ത് CO2 ആണെങ്കിൽ വെയിറ്റ് ചെക്ക് ചെയ്ത് റെഡിയാക്കി വയ്ക്കും. പിന്നെ ഫയർ അലാറം സിസ്റ്റത്തിൻ്റെ ഫുൾ ചെക്ക് ചെയ്ത് അതിൻ്റെ വർക്കിംഗ് കണ്ടീഷനാക്കി വയ്ക്കും. ഫയർ പമ്പെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ, എല്ലാം ക്ലിയർ ആണെന്ന് ഫയറിൻ്റെ എല്ലാം ചെക്ക് ചെയ്യും. ബാറ്ററി കണ്ടീഷനെല്ലാം ചെക്ക് ചെയ്യും. അതാണ് മെയിൻ്റനൻസ് ചെയ്യുന്നത്. ഇയർലി മെയിൻ്റനൻസ് കോൺട്രാക്റ്റാണ് കൂടുതലുള്ളത്.
മിക്കവാറും 90% എല്ലാ ബിൽഡിങ്ങുകളിലും ഇപ്പം ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഈ 24/7 കണക്ഷനായി. അതെന്ന് പറയുന്നത് ഇവിടെ എവിടെയെങ്കിലും ഒരു ബിൽഡിങ്ങിൽ തീ പിടിച്ചാൽ അപ്പം തന്നെ ഫയർ അലാറം സിസ്റ്റം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ സിവിൽ ഡിഫൻസിൽ മെസ്സേജ് കിട്ടുകയും അവരന്നേരം തന്നെ സ്ഥലത്ത് എത്തിച്ചേരുകയും ചെയ്യും. അത്ര ഭയങ്കര പെർഫെക്റ്റായിട്ട് ഫയർ ആൻഡ് സേഫ്റ്റി കീപ്പ് ചെയ്യുന്ന രാജ്യമാണ് UAE. ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഫയർ അലാറത്തിൻ്റെയും ഫയർ ഫൈറ്റിങ്ങിൻ്റെയും ഡ്രോയിങ് ഉണ്ടാക്കി അത് സിവിൽ ഡിഫൻസിൽ സബ്മിറ്റ് ചെയ്ത് അപ്രൂവ് എടുത്തതിന് ശേഷം മാത്രമേ പണി തുടങ്ങാൻ പാടുള്ളൂ. അപ്പാർട്ട്മെൻറ്റുകൾക്കും വെയർ ഹൗസുകൾക്കും എല്ലാം വേണം ഫയർ ആൻഡ് സേഫ്റ്റി മെഷേഴ്സ് നിർബന്ധമാണ്. ഇപ്പം ഫോം സിസ്റ്റം, വെറ്റ് കെമിക്കൽ സിസ്റ്റം, കിച്ചൺ വുഡ് സിസ്റ്റം, എല്ലാ സേഫ്റ്റി മെഷേഴ്സും ഇപ്പോൾ അവർ പ്രിഫർ ചെയ്യുന്നുണ്ട്. വെറ്റ് കെമിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ കിച്ചൺ വുഡിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യും. എന്തെങ്കിലും ഫയർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വെറ്റ് കെമിക്കൽ സിസ്റ്റം വർക്ക് ചെയ്യും, അലാറം ഉണ്ടാക്കുകയും ഇത് തീയെ അണയ്ക്കാൻ ഉതകുന്ന ഒരു കെമിക്കലാണ് ഇതിനകത്ത് ഫില്ല് ചെയ്തിരിക്കുന്നത്. അതാണ് വെറ്റ് കെമിക്കൽ സിസ്റ്റം. ഫോം സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഡിലീജ് വാൽവ് വെച്ചിട്ട് ഡിലീജ് വാൽവ് കണക്ട് ചെയ്തിട്ട് അതും സ്പ്രിംഗ്ലറിൻ്റെ കണക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് സ്പ്രിംഗ്ലർ വർക്ക് ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫോം ടാങ്കിൽ നിന്ന് ഔട്ടായി വന്നിട്ട് തീ അണയ്ക്കും. അതൊക്കെ ഓട്ടോമാറ്റിക് സിസ്റ്റംസാണ്. ഇലക്ട്രിക്കൽ ഫയർ അണയ്ക്കാൻ വേണ്ടിയുള്ളതും അല്ലാതെ ഏത് ഫയർ വന്നാലും അണയ്ക്കാനുള്ള രണ്ട് സൈസ് ഫയർ എക്സ്റ്റിംഗ്വിഷറാണ് വയ്ക്കുന്നത്. ഒന്ന് CO2, ഒന്ന് DCP. DCP എന്ന് പറഞ്ഞാൽ ഏത് ഫയറിനും നമുക്ക് ഉപയോഗിക്കാം, ഇലക്ട്രിക് ഫയറിന് ഒഴിച്ച്. അതേസമയം CO2 എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫയറിന് പ്രധാനമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള കെമിക്കലാണ് അതിനകത്ത് നിറച്ചിരിക്കുന്നത്. ഇലക്ട്രിക്കൽ ഷോർട്ട് സർക്യൂട്ടിലൂടെ ഫയർ ഉണ്ടാകും. സിവിൽ ഡിഫൻസ് അതിന് പ്രത്യേക നിയമം നിർദ്ദേശിക്കുന്നുണ്ട്. അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് കേബിളും വയറും എല്ലാം കൃത്യമായി സംരക്ഷിച്ച് നിലനിർത്തണം. ഷോർട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ വയറിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് മൂലം ഉണ്ടാകുന്നത്. അപ്പോൾ അതുണ്ടാവാതെ സൂക്ഷിച്ചാൽ ഷോർട്ട് സർക്യൂട്ട് മൂലം ഉണ്ടാകുന്ന ഫയർ ഒഴിവാക്കാമെന്നാണ് സിവിൽ ഡിഫൻസ് നിഷ്കർഷിക്കുന്നത്. ഷാർജയിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഇവിടെ 3 ഫയർ ഉണ്ടായി. ദുബായെ സംബന്ധിച്ച് അത്ര കൂടുതലില്ല, പക്ഷേ ഷാർജയിൽ ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട്. ദുബായെ സംബന്ധിച്ച് ദുബായ് ഒരു ഭയങ്കര പെർഫെക്റ്റാണ്. 2020 വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ വികസനത്തിന് വേണ്ടിയിട്ട് ഇഷ്ടം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു അന്താരാഷ്ട്ര നിലവാരം കാത്തു സൂക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് അവരിത് കൂടുതൽ സ്ട്രിക്റ്റ് ആക്കുന്നത് കാര്യങ്ങൾ. എക്സ്പോ 2020 ആയിട്ട് വരുന്നതനുസരിച്ച് ഞങ്ങൾക്ക് ഒരു 5 പ്രോജക്റ്റ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. വലിയ ടവർ B+G+19, G+B+G+13. സ്പോർട്സ് സിറ്റിയിലൊരു 2 വലിയ ടവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചാമ്പ്യൻസ് ടവർ 1ഉം ചാമ്പ്യൻസ് ടവർ 4ഉം. നമുക്കൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയ പ്രോത്സാഹനം എല്ലാം അവർ തരുന്നുണ്ട്. ലൈസൻസ് പ്രൊസീജിയറൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മുടെ പേപ്പറെല്ലാം കറക്റ്റ് ആണെങ്കിൽ കൃത്യമായിട്ട് അവർ കാര്യങ്ങൾ നീക്കും. ഒരു തടസ്സവും അവർ ഉന്നയിക്കത്തില്ല. അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യണമെന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ. നാട്ടിലൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പം ആൾക്കാർ പറയുന്നുണ്ട് കുറേ ഡെവലപ്മെൻറ്റ് വരുന്നുണ്ട്, വികസനം വരുന്നുണ്ട്, അതിന് പറ്റിയ ആനുകൂല്യമായിട്ട് ഗവൺമെൻറ് ചെയ്യുന്നുണ്ടെന്ന്. പക്ഷേ ഞാൻ 16 കൊല്ലം മുമ്പോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ വികസനത്തിൻ്റെ ഒരു ഇതും അവിടെ ഇല്ലായിരുന്നല്ലോ. എൻ്റെ അളിയൻ ഷാർജയിൽ ഇതേപോലെ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ കമ്പനി നടത്തുക. ഞങ്ങളിപ്പോൾ അവിടെ നാട്ടിലൊരു ബിസിനസ് ഒരു ഇത് തുടങ്ങാൻ വേണ്ടിയിട്ട് പ്രോപ്പർട്ടിയൊക്കെ മേടിച്ചിട്ടിട്ടുണ്ട്. ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് റെൻറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള. കുടുംബം, ഭാര്യ, 2 മക്കൾ. വൈഫ് കക്ഷി നാട്ടിൽ ടീച്ചറാണ്, ഹൈസ്കൂൾ ടീച്ചറാണ്. അവിടുന്ന് ലീവ് എടുത്ത് വന്നിട്ടാണ് എൻ്റെ കൂടെ ജോയിൻ ചെയ്തത്. നമസ്കാരം. നമ്മളിപ്പോൾ അൽജാസ് ടെക്നിക്കൽ സർവീസസിൻ്റെ MD ജയദർശൻ സാറിൻ്റെ കുടുംബത്തോടൊപ്പമാണ്. കിസൈസിൽ ജയദർശൻ സാറിൻ്റെ വിജയ കുടുംബമാണ് ഒപ്പം ഉള്ളത്. നമുക്ക് അവരോടൊപ്പം ചേരാൻ അല്പസമയം. സാർ, നമ്മൾ കുറച്ച് സമയം സംസാരിച്ചു. ഇനി നമുക്ക് ഈ വിജയത്തിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട കണ്ണി എന്ന് സാർ പറഞ്ഞ ആളുമായിട്ടാണ് സംസാരിക്കാനുള്ളത്. മാഡം ടീച്ചറായിരുന്നു എന്ന് പറഞ്ഞു. ടീച്ചറാണ്. പഠിപ്പിക്കുന്നില്ല എന്ന് വിചാരിച്ച് ടീച്ചർ അല്ലാതെ ഇവിടെ കുറച്ച് നാളായിട്ട്. ഇപ്പം എത്ര വർഷമായിട്ട് ഇവിടെ? 6 വർഷമായിട്ട് സാറിൻ്റെ കമ്പനിയിൽ. അപ്പോൾ അതിനു മുമ്പ് അവിടെ തന്നെ നാട്ടിൽ വർക്ക് ചെയ്യാം? നാട്ടിൽ വർക്ക് 15 വർഷത്തോളം ജീവിതം നയിച്ചതിന് ശേഷമാണ് ഇവിടെ ഇതിനെക്കുറിച്ച് ഫയർ ആൻഡ് സേഫ്റ്റിയെ കുറിച്ച് എന്തെങ്കിലും ധാരണയായിട്ടാണോ ഇങ്ങോട്ട് വന്നത്? ഇവിടെ വന്നുണ്ടായ ധാരണയാണ്? ഇവിടെ വന്നുണ്ടായ ധാരണ. പഠിച്ചു, കണ്ടു, പഠിച്ചു.
കൂടെ ഹെൽപ്പ് ചെയ്യാൻ ഇറങ്ങി വിജയിച്ചു. അഡ്മിനിൽ മാത്രമാണോ അതോ ടെക്നിക്കലായിട്ടും എല്ലാം കുറേശ്ശെ ഏത് മേഖലയും കൈകാര്യം ചെയ്യും ആ രീതിയിൽ. സാറ് പറഞ്ഞു സാറിൻ്റെ ഈ ബിസിനസ്സിൻ്റെ ഒപ്പം എന്നല്ല, എവിടെയാണെങ്കിലും നിങ്ങൾ ഒരുമിച്ചാണ്. ഇവിടുത്തെ ഈ ബിസിനസ്സും ഈ കാര്യങ്ങളും ഒക്കെ ആയിട്ട് എങ്ങനെ അധ്യാപന മേഖലയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു മുമ്പേ വർക്ക് ചെയ്തിരുന്ന കമ്പനിയിൽ ലീവ് വേക്കൻസിയിലൊന്ന് കയറി അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും പഠിച്ചു. പിന്നെ ഇവിടെ വന്ന് അങ്ങനെ വളരെ പ്ലാനിങ്ങിലായിരുന്നു എത്തിയത് അല്ലേ? രണ്ടുപേരും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ജീവിക്കണ്ടേ? ഇപ്പൊ സന്തോഷമായിട്ട് ജീവിക്കുന്നു, എല്ലാ കുടുംബങ്ങളെയും ജീവിപ്പിക്കുന്നു. ഇവിടെ ഇപ്പോൾ പ്രധാനമായിട്ടും ഇതുപോലെ രണ്ടുപേരും ഒരുമിച്ച് തുല്യ പ്രാധാന്യത്തോടുകൂടി അല്ലെങ്കിൽ വളരെ എഫർട്ടോടുകൂടി രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിസൾട്ട് വളരെ കൂടുതലാണെന്നാണ് സാർ പറഞ്ഞത്. അപ്പം നിങ്ങൾ ഈ ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഉള്ള ക്ലാഷ് ഒന്നും ഉണ്ടാവാറില്ലല്ലോ? ഇല്ലില്ല, കമ്പനി കാര്യങ്ങളിലോ ഫാമിലി കാര്യം ഇത് സംബന്ധമായിട്ട് ഒരു ക്ലാഷും ഉണ്ടാവാറില്ല. നിങ്ങൾ ഒരേ ഒരു ലക്ഷ്യമുള്ളൂ, വിജയിക്കുക, മുന്നോട്ട് പോവുക. ഒപ്പം കുറച്ച് പേര് നാട്ടിൽ നിന്നും കുറച്ച് പേര് അല്ലാത്തടത്തുനിന്നും രക്ഷപ്പെട്ട് കിടക്കുക, ജീവിക്കുക. നമ്മളെ കൊണ്ടാവുന്ന എന്നും ഒരാൾക്ക് കൊടുത്ത് സഹായിക്കാൻ പറ്റില്ല. ഇതാകുമ്പോൾ അവരെ വർക്ക് ചെയ്യുക, അവർക്ക് ഒക്കുന്ന നമ്മൾ സഹായിച്ചു കൊടുക്കുക എന്നുള്ള ലക്ഷ്യം. ശരി. ഈ 5-6 വർഷമായിട്ട് ദുബായിയെ കണ്ടെടുത്തോളം ദുബായിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? എനിക്ക് നാട് ഇഷ്ടമാണ്. അതിലുപരി ഇപ്പോൾ ഇവിടെ വന്നിടത്തോളം ഞങ്ങൾ ഫാമിലി ഇവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് നാട് പോലെ തന്നെയാണ് ദുബായ്. അല്ല, ഇവിടെ വീടും ഓഫീസും കഴിഞ്ഞാൽ പിന്നെ എന്താണ് ആക്ടിവിറ്റി? അവധി ദിവസങ്ങളിൽ എന്തെങ്കിലും കറങ്ങാൻ പോവാ, ഇത് തന്നെ ജീവിതം എന്ന് പറയുന്നത്. അവധിയാണെങ്കിലും ആർക്ക് കൊട്ടേഷൻ കൊടുക്കണം ഇതും ചിന്തിച്ചോണ്ടാണ്. അത് അങ്ങനില്ല, എപ്പോഴും എല്ലാ കാര്യം ചിന്തിക്കും. അത് സ്കൂളിലായിരിക്കുമ്പോഴും അങ്ങനെ. ടീച്ചർ ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചു. ഒരുപാട് ഇപ്പൊ 2 കുട്ടികളെ ജന്മം കൊടുത്ത് പഠിപ്പിച്ചു. പഠിപ്പിച്ചു. ഒരാള് ഇപ്പം MBBS ഫസ്റ്റ് ഇയർ പഠിക്കുന്നു, ഒരാൾ +2 ആയി. പേരെന്താ? ജീന ദർശൻ. +2 പഠിക്കുന്നത്. തൊട്ടടുത്ത സ്കൂളിൽ തന്നെ പഠിക്കുന്നല്ലേ? ഗൾഫ് മോഡൽ സ്കൂൾ. അപ്പൊ ഇത് ഒരു ഗേറ്റാണ് നിങ്ങളുടെ സ്കൂളിനും ഈ ഫ്ലാറ്റിനും. ഇവിടുന്ന് രാവിലെ ബെല്ലടിക്കുമ്പോൾ ഒറ്റ ചാട്ടം അപ്പുറത്ത്? അല്ല, ഞാൻ നേരത്തെ പോകാറുണ്ട്. ഞാൻ എൻ്റെ അമ്മ സ്കൂളിൽ പോകുമ്പോൾ അമ്മ നേരത്തെ പോകാറുണ്ട്. അത് കണ്ട് ഞാൻ പഠിച്ച്. ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം പ്രിൻസിപ്പളിൻ്റെ ഒരു ഹെൽപ്പ് നമ്മളെപ്പോഴും ഉണ്ടാവും, അവർക്ക് വേണ്ടി. അപ്പം 10 മണിക്ക് സ്കൂളിൽ ചാലു ആവുന്നെങ്കിലും ഞാനൊരു 9 മണിയാകുമ്പോൾ എത്തിയിരിക്കും. അതേക്ക് 4 മണിക്ക് സ്കൂൾ വിട്ടാൽ 4-5 മണിയായിട്ട് ചിലപ്പോൾ മിക്കവാറും അവിടെ നിന്ന് പോകത്തുള്ളൂ. ആ ശീലം കുട്ടിയും പഠിച്ചു എന്നുള്ളതേ ഉള്ളൂ. അത് നമ്മൾ കമ്പനിയിൽ അത് തന്നെ ഫോളോ ചെയ്യുന്നത്. പണിയിൽ പങ്ക്ച്വൽ ആയിരിക്കണം. പണി കഴിഞ്ഞ് നിങ്ങൾ ഏത് ഇതിൽ പോയാൽ നമ്മളൊന്നും ചോദിക്കില്ല, പറയുമില്ല. പണി ചെയ്യാൻ പോയാൽ കൃത്യമായി പണി ചെയ്തിരിക്കണം. ആ ജോലിക്കാരുടെ ഒപ്പം നമ്മളും അവർക്കൊപ്പം ഉണ്ടാവും. ഏത് കാര്യത്തിലും നമ്മൾ അവരോട് ഉണ്ടാവും. അത് നമ്മൾ അവരുടെ അടുത്ത് പറയും. പണിക്ക് ഹെൽപ്പ് ചെയ്യാനായാലും അവർക്ക് എന്തെങ്കിലും പേഴ്സണലായിട്ട് ഇത് വന്നാലും എന്ത് വന്നാലും അവരുടെ ഫാമിലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ ഒരു ഒത്തൊരുമയോടുകൂടിയുള്ള ഒരു പ്രവർത്തനം ഇതിനെ സക്സസ് ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന തന്നെയാണ് ഞങ്ങൾ. കാരണം അടുത്തൊരു സിനിമ ഇറങ്ങി ഹൗ ഓൾഡ് ആർ യു, അതിൽ പ്രമേയം തന്നെ ഭാര്യയാണോ വലുത് ഭർത്താവാണോ വലുതെന്നുള്ളതാണ്. എല്ലാവരും വലുതുമാണ്, എല്ലാവരും ചെറുതുമാണ്. ഞങ്ങൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ച് ഏത് കാര്യവും നന്മയായാലും തിന്മയായാലും ആലോചിച്ചൊരു തീരുമാനം. കൊല്ലം പുത്തൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമം, അത് കൊച്ചു ഗ്രാമമാണ്, ഒരു നാട്ടിൻപുറമാണ് ഇപ്പോഴും. അങ്ങനത്തെ ഉള്ളൊരു സ്ഥലത്തുനിന്ന് ഇങ്ങനെ ഒരു കുടുംബം ഇവിടെ വരികയും ഇവിടെ ഇങ്ങനെ ഒരു സക്സസ് ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല, അത് ഈസി അല്ല. മാത്രമല്ല ഒരു തിരുവനന്തപുരം എറണാകുളം എന്ന് പറയുന്ന ഒരു സിറ്റിയിൽ നിന്ന് വരുന്നവർക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാവും. ഇത് പുത്തൂർ എനിക്ക് വളരെ അടുത്തറിയാവുന്നതുകൊണ്ടാണ്. ഇപ്പോഴും പുഴകളും തെങ്ങും തോപ്പും ഒക്കെ ഉള്ള, അവിടെ ഇഷ്ടിക ഫാക്ടറികൾ ഇതൊക്കെ ഉള്ള ആ സ്ഥലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് കണ്ടിട്ടില്ലാത്ത നല്ലൊരു ഗ്രാമപ്രദേശമാണ് പുത്തൂർ. ആയുർവേദ മെഡിക്കൽ കോളേജിന്റെ തൊട്ടടുത്താണ് ഞങ്ങളുടെ പുത്തൂർ SN ആയുർവേദ മെഡിക്കൽ കോളേജിന്റെ തൊട്ടടുത്ത് ഞങ്ങളുടെ വീട്. ഇവിടുത്തെ പഠനമൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, എല്ലാം നല്ലത്. ഇംഗ്ലീഷ് തന്നെ എല്ലാം പഠിക്കുന്നത്, മലയാളം ഒന്നും പഠിപ്പിക്കില്ല? ഞങ്ങൾക്ക് മലയാളം ഇല്ല. അപ്പൊ നാട്ടിൽ പോകുമ്പോൾ അവരായിട്ടൊക്കെ എങ്ങനെ സംസാരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. എഴുത്തും ഇച്ചിരി കുഴപ്പം. ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോ നാടിന്റെ എന്ത് ഘടകമാണ് നാട്ടിൽ ഇഷ്ടം? എന്ത് പാർട്ട്? എനിക്ക് ഗ്രീനറി, പച്ചപ്പ്, പിന്നെ പുഴ, പിന്നെ തോട്ടിലിറങ്ങി എപ്പോഴും കളിക്കാറുണ്ട് നാട്ടിൽ പോകുമ്പോ. ആണല്ലേ? അതൊക്കെ ഇഷ്ടമാണ്. പക്ഷെ കൂടുതൽ സമയം അവിടെ നിൽക്കാൻ താല്പര്യമില്ല? അങ്ങനല്ല, എനിക്ക് വീട്ടിൽ നിന്നാൽ എങ്ങോട്ടെങ്കിലൊക്കെ ഇറങ്ങി പോണം, കറങ്ങാൻ പോണം. ഇവിടത്തെ പോലെ ദുബായ് മാളിൽ പോകാം, അല്ലെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് പിന്നെ അൽക്കൂസ് മാളിലേക്ക് പോകാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കറങ്ങാൻ പറ്റില്ലല്ലോ അവിടെ. എന്നാലും അവിടെ കശുവണ്ടി ഫാക്ടറി പോവാം, അവർ ഗേറ്റാണെങ്കിലും വലിയ ഗേറ്റുണ്ട്, സെക്യൂരിറ്റി ഗേറ്റ് ആണെങ്കിൽ അങ്ങോട്ട് പോവാം, അല്ലെങ്കിൽ ഇഷ്ടിക ഫാക്ടറി പോവാം. അതുകൊണ്ടാണ് നാട്ടിലൊരിത്, നാട്ടിൽ പോയാൽ തോനെ നിക്കാൻ തോന്നില്ല. ഇപ്പൊ ബാങ്ക് കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ടാവും?
21 വർഷമായി. 21 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്. അപ്പോൾ വിവാഹം കഴിഞ്ഞിട്ടാണ് സാർ ഇങ്ങോട്ട് വരുന്നത്? പിന്നെ അളിയനെ കൊണ്ടുവന്നേ. സത്യാനന്ദൻ എന്നാണ് പേര്. വിവാഹത്തിന് ശേഷം 5 വർഷം കഴിഞ്ഞാണ് ഇവിടെ ഇങ്ങോട്ട് വരുന്നത്. അന്ന് ടീച്ചറാണ്. അപ്പോൾ അന്ന് സാറ് ഞാൻ നാട്ടിൽ പഠിപ്പിക്കായിരുന്നു. പിന്നെ എല്ലാ ഫീൽഡും ഉണ്ടായിരുന്നു. രാഷ്ട്രീയം ഉണ്ടായിരുന്നു. ഞാൻ രാഷ്ട്രീയം കാരണം അവിടെ നിന്ന് ചാടിച്ചതാണോ എന്നൊരു സംശയം. അത് സംഭവം ഇപ്പൊ ചിരിച്ചപ്പോ എനിക്ക് മനസ്സിലായി. മലയാളം വലിയ പിടിയില്ലെന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം, അത് തെറ്റുകൂടാന്ന് പറഞ്ഞാൽ മതി. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി, ഇങ്ങനെയാണ് പറയേണ്ടത്, തെറ്റിക്കരുത്. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. മലയാളം അറിഞ്ഞൂടാന്ന് പറഞ്ഞിട്ട് തോപ്പിച്ചാണ്. ഞാൻ സംസാരിക്കാറില്ലെന്ന് പറഞ്ഞില്ലല്ലോ. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. 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 അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്, ഇങ്ങനെ ഒരു നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു കുടുംബ ബിസിനസ്സുമായിട്ട് ഇവിടെ വരുന്നു, ഒരുമിച്ച് കാര്യങ്ങൾ. ഈ ബിസിനസ്സിലാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. പപ്പയ്ക്ക് ബിസിനസ് തുടങ്ങുന്നതിനോട് ഒരു താല്പര്യമില്ലായിരുന്നു. അമ്മയും എൻ്റെ അണ്ണനും കൂടിയാണ് പപ്പനെ ഫോഴ്സ് ചെയ്തത്. അങ്ങനെ ഞാനും ചേർന്നു. അങ്ങനെ പപ്പയെ കൊണ്ട് നിർബന്ധിച്ചാണ് ബിസിനസ് തുടങ്ങിച്ചത്. അതിന് പേരിട്ടത് ജീനയാണെന്ന്. ഞാനും അണ്ണനും കൂടെ, എൻ്റെ ഐഡിയയും അണ്ണൻ്റെ ഐഡിയയും കൂടെ വർക്ക് ചെയ്തിട്ടാണ് ആ പേര് വന്നത്. അല്ല, ജാസ്. ജെക്ക് JA ജയദർശനൻ, ജെക്ക് തന്നെ ജീന ജിനു. അത് എല്ലാവരും ഉണ്ട്. ജെ ഫോർ 3 names. ഇട്ടെന്നേ ഉള്ളൂ. S for സുലഭ. എന്തായാലും സാറിന്റെ ജയവും ജയദർശൻ എന്നുള്ള പേരിലെ ജയവും സുലഭമായി കിട്ടുന്ന ബാക്കി കാര്യങ്ങളും എല്ലാം കൂടെ ചേർന്നപ്പോഴത്തേന് ജയവും സുലഭവും എല്ലാം കൂടെ ഈ ഫാമിലി വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങളുടെ ഒരു ചെറിയ ഒരു ഗിഫ്റ്റ് വൗച്ചറാണ്. ക്രീക്ക് പാസഞ്ചർ ട്രാൻസ്പോർട്ട് ദുബായിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥാപനമാണ്. വാഹനാവശ്യങ്ങൾക്ക് സമീപിക്കാവുന്ന റെൻ്റ് കാറായാലും ഒക്കെ. അപ്പോൾ ക്രീക്ക് നൽകുന്ന ഒരു സമ്മാനം നിങ്ങൾക്കുണ്ട്. ഈ ദുബായിൽ ഇല്ലാത്തവർക്ക് പോലും ദുബായിൽ വരുമ്പോൾ ആശ്രയിക്കാവുന്ന ഒരു സ്ഥാപനമാണ്. നമസ്കാരം. നമ്മളിപ്പോൾ ദുബായ് കരാമയിലുള്ള മലബാർ പാരീസ് റെസ്റ്റോറൻറ്റിനെ കുറിച്ച് UAE-യിലുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. എല്ലാ മലയാളികളും സ്ഥിരമായെങ്കിലും വല്ലപ്പോഴെങ്കിലും വന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ള രുചികരമായ ഭക്ഷണം കിട്ടുന്ന റെസ്റ്റോറൻറ്റാണ്. ഇവിടുത്തെ മാസ്റ്റർ ഷെഫ് കുട്ടൻ ചേട്ടനോടൊപ്പമാണ്. അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഭക്ഷണം അദ്ദേഹം നമുക്ക് റെഡിയാക്കി തന്നിരിക്കും. ഇന്ന് പ്രത്യേകതയുള്ള ഒരു വിഭവത്തിന് വേണ്ടി അദ്ദേഹം തയ്യാറായി നിൽക്കുകയാണ്. എന്ത് നമുക്ക് ഉണ്ടാക്കാമെന്ന്? ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഫുഡാണ് ചിക്കൻ പാലേരി എന്ന് പറയും. ചിക്കൻ പാലേരി. പാലേരി മാണിക്കും ഒരു പാതിര കൊലപാതകത്തിൻ്റെ കഥ. അപ്പോൾ പാലേരി ചിക്കൻ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ കഥ നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് ഒരു ചിക്കൻ വേണം, ഉറപ്പാണ്. ചിക്കൻ വേണം. ഒരു 300 ഗ്രാം ബോൺലെസ്, വറ്റൽമുളക്, കറിവേപ്പില, ചെറിയ ഉള്ളി, മുരിങ്ങയ്ക്ക, ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തത്, തേങ്ങ കട്ട് ചെയ്തത്, മല്ലി, ഇഞ്ചി, പച്ചമുളക്, തേങ്ങാപ്പാൽ. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കട്ട് ചെയ്ത് മാറ്റി വെച്ച് ഉപ്പ്, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മല്ലി, ഇത് ക്രഷ് ചെയ്ത് വരുന്ന മല്ലിപ്പൊടിയാണ്. പെപ്പറും അതെ ഇവിടെ പൊടിച്ചെടുക്കണം. ക്യാരറ്റ് ഒരു ഗാർണിഷായിട്ട് ഉപയോഗിക്കാം. ഗ്രാമ്പൂ, പട്ട, കറുവപ്പട്ട, ഏലക്ക. നമുക്ക് ആദ്യം എന്താ ചെയ്യാൻ പറ്റുക? ഇതൊരു നോൺ സ്റ്റിക്കാണ്. നോൺ സ്റ്റിക്ക് എടുക്കുക. എന്നിട്ട് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ്. ഇതൊരു 3 സ്പൂൺ ഉപയോഗിക്കുക. പിന്നെ ഈ ചോപ്പ് ചെയ്ത് വെച്ച് കട്ട് ചെയ്തിട്ടുള്ള ഈ ചോപ്പ് ചെയ്ത സാധനങ്ങളെല്ലാം വെജിറ്റബിൾസ് എല്ലാം ചോപ്പ് ചെയ്ത് ആഡ് ചെയ്യണം. മുളക് കിട്ടില്ല, വറ്റൽമുളക് വന്നിട്ടില്ല. വറ്റൽമുളക് കിട്ടും. ഇത് ചൂടായി വരുമ്പോൾ നമ്മൾ വറ്റൽമുളക് ഇതിൽ യൂസ് ചെയ്യും. എണ്ണ പോരാതെ വരികയാണെന്ന് തോന്നുകയാണെങ്കിൽ ഇതാണോ അതോ സ്വല്പം യൂസ് ചെയ്യാം. കാരണം ഫുഡിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് നമ്മൾ എണ്ണ യൂസ് ചെയ്യാം. ഇതിന് ഒരു കളർ ചേഞ്ച് ചെയ്യും, ബ്രൗൺ കളർ. ഒരു ബേണായി വരുമ്പോൾ ചിക്കൻ ആഡ് ചെയ്യുന്നു. ഇത് ഒരു മാക്സിമം ഒരു ബേണായി വന്നിരിക്കുന്നു. ഇനി നമ്മൾ ചിക്കൻ ഉപയോഗിക്കുന്നു.
ചിക്കൻ ഏകദേശം ഒന്ന് കുറച്ച് കുക്കായിരിക്കും. ഹാഫ് അല്ലേ? ഇനി നമുക്കിതിൽ മസാലകൾ ഉപയോഗിക്കാം. മുളക് പൊടി, കുരുമുളക് പൊടി, പെപ്പർ, ഇത് പൊടിച്ച മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കൂടുതൽ ഇടരുതല്ലേ? ഇല്ല. ഇത് മസാല, ഉപ്പ് ആവശ്യത്തിന്. ഇത്രയായി. ഇനി വീണ്ടും നമ്മൾ അത് മിക്സ് ചെയ്യാണ്. ഇത് വേണാവുന്ന സമയത്ത് നമ്മൾ ഇത് ഉപയോഗിക്കുന്നു. മുരിങ്ങക്കായ ഇതിനകത്ത് ചേർക്കുന്നതിൻ്റെ പിന്നിൽ അതൊരു വെജിറ്റബിളും കൂടി ഒരു സാന്നിധ്യം കൂടി കിട്ടണമെന്ന ഉദ്ദേശത്തിലാണ് ചേർക്കുന്നത്. ചൂടായിട്ട് വെള്ളം. ഇത് വെജിറ്റബിൾ സ്റ്റോക്ക് വാട്ടറാണ്. ഒരു കോമൺ കിച്ചണായ കാരണം എപ്പോഴും ഇങ്ങനെ വെജിറ്റബിൾസ് ഇട്ട് വെള്ളം തിളപ്പിച്ചിട്ടിരിക്കും. കോമൺ കിച്ചണ വെജിറ്റബിളും നോൺ വെജിറ്റബിളും പോകും. തേങ്ങ കൊത്തി അരിഞ്ഞത് കുറച്ച് പീസ്, ഗ്രാമ്പൂ, കറുവപ്പട്ട, ഏലക്ക. പൊടിക്കാൻ ചതക്കൊന്നും വേണ്ട. അതൊരു ഫ്ലേവറിന് അത് അങ്ങനെ ഇടുന്നതല്ലാണ്. കറിവേപ്പില ഒരു സ്മെല്ലില്ല. നമ്മളെപ്പോഴും വായിക്ക് വേണ്ടിയാണ്, വയറിന് വേണ്ടിയാണ് കഴിക്കുന്നതെങ്കിലും മൂക്കിലും അതിൻ്റെ ഒരു സുഗന്ധം അടിച്ചാൽ മാത്രമേ ഫുഡിനോട് ആകർഷണം ഉണ്ടാവൂ. അപ്പോൾ ഏകദേശം ചിക്കൻ പരുവായിട്ടുണ്ട്. എല്ലാം കളർ കൊണ്ടും മണം കൊണ്ടും അതൊരു ആയിട്ടുണ്ട്. രുചി കൊണ്ടാണെങ്കിൽ നമ്മൾ കഴിച്ചു നോക്കണം. പക്ഷേ അതിനകത്ത് വീണ്ടും ചേർക്കാനുള്ള തേങ്ങാപ്പാൽ, വീണ്ടും ചേർക്കാനുള്ള ഇനി ഇതാണ് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ നമ്മൾ മുഴുവനും ചേർത്തത് ഇല്ല. അതൊരു പാകത്തിന് ചേർത്താൽ മതി. കൂടുതൽ ചേർക്കുന്നതുകൊണ്ട് ദോഷം ഉണ്ടാകത്തില്ല, ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. അങ്ങനെയില്ല. പക്ഷേ ഏതും ഒരു പരുവത്തിലാവാൻ പാടും, അതിൽ ആവരുത്. ഏകദേശം പാലേരി ചിക്കൻ റെഡിയായി. പാലേരി ചിക്കൻ ഏതാണ്ട് ഒരു പരുവത്തിലായിരിക്കും. കളറ് യെല്ലോ കളറ്. വെജിറ്റബിൾസ് ഉണ്ട്, അതാണ് ഇതിനകത്ത് പ്രധാന മറ്റൊരു ഘടകം. മുരിങ്ങ, തേങ്ങയൊക്കെ കട്ട് ചെയ്തിട്ട് ചിക്കനിൻ്റെ ടേസ്റ്റ് പ്രത്യേകം ഉണ്ടാവാം. മണം എന്തായാലും മൂക്കിലടിക്കുന്നുണ്ട്. കളറും ഉണ്ട്. രുചിയാണ് ഇനി നമുക്കറിയാം. ഏതാണ്ട് 10 മിനിറ്റ് കൊണ്ട് റെഡിയാവാനുള്ള സാധനമേ ഉള്ളൂ. വീട്ടമ്മമാരൊന്ന് ഉഷാറായിട്ട് വിചാരിച്ച കുട്ടികൾക്ക് ഇപ്പം എല്ലാം കുക്കഡ് ആയിരിക്കുന്നത്. ഇനി നമ്മളിതൊരു ഗാർണിഷ് ചെയ്തൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ചൂട് വാഴയിൽ വന്നാൽ അതിനൊരു നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. പഴയ ഒരു ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ പിന്നെ പാചകം ചെയ്ത് കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാകാനുള്ള വിദ്യകൾ വേറെ ഉണ്ട്. ഇത് നല്ല വൃത്തിയാക്കി വെച്ചാൽ വാഴയിലേക്ക് ആണ് ചൂടോടുകൂടി എടുത്ത് വയ്ക്കുന്നതെങ്കിൽ അതിങ്ങനെ ഒന്ന് വാടി വരുന്നതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ അതിനകത്ത് വരും. അങ്ങനെ മലബാർ പാരീസിൻ്റെ സ്പെഷ്യൽ ഡിഷായ ചിക്കൻ പാലേരി റെഡിയായി കഴിഞ്ഞു. കഴിച്ച് നോക്കി വളരെ ലളിതമായി ചിക്കൻ കൊണ്ട് റെഡിയാക്കി പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് നമ്മുടെ നാട്ടിൻപുറത്ത് കിട്ടുന്ന പ്രകൃതിദത്തം. ഒരു ആർട്ടിഫിഷ്യൽ സാധനം ഇതിനകത്ത് ചേർത്തിട്ടില്ല. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും, കാരണം എരി കുറവാണ്. അമ്മമാർ ശ്രദ്ധിച്ചാൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം, സ്വയവും കഴിക്കാം. മാത്രമല്ല ഭർത്താവിൻ്റെ സ്നേഹവും സമ്പാദിക്കാം. മറുനാടും മലനാടും കണ്ട്, മറുനാട്ടിലെ ജീവിതങ്ങൾ കണ്ട്, അതിൻ്റെ സമ്പന്നത കണ്ട്, അതിൻ്റെ സന്തോഷം കണ്ട് അങ്ങനെ ഒരു ജീവിതം കൊതിക്കുന്ന ധാരാളം ചെറുപ്പക്കാരുണ്ടാകും. അവർ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി പറയുന്ന കാര്യങ്ങൾ. അൽസാബിക് പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന കോഴ്സുകൾ ഇലക്ട്രിക്കലിൽ തന്നെ ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്സ്യൽ വയറിങ്, അതിൻ്റെ കോൺഡ്യൂട്ടിങ്, ഇതെല്ലാം ഗൾഫ് രാജ്യങ്ങൾ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ അവിടെ ട്രെയിനിങ് കൊടുക്കുകയും അതേപോലെ തന്നെ മെക്കാനിക്കൽ, ഫാബ്രിക്കേഷൻ, വെൽഡിങ്, ഇത് അവിടെ തന്നെ ഇതിന് ട്രെയിനിങ് കൊടുക്കുകയും 6G 3G ആർക്ക് വെൽഡിങ് പഠിപ്പിക്കുകയും അതിന് ടെസ്റ്റ് കൊടുക്കുകയും ചെയ്യുകയും കമ്പ്യൂട്ടർ നെറ്റ്വർക്കിങ്ങിൽ കേബിളിങ്, ഫൈബർ പ്ലേസിങ് ഇങ്ങനെയുള്ള തൊഴിലുകൾക്ക് കൂടുതലായി ട്രെയിനിങ് കൊടുക്കുകയും ഞങ്ങളുടെ ഇൻഹൗസിൽ തന്നെ അവർക്കൊരു പ്രൊഫഷണൽ ടെസ്റ്റ് കൊടുക്കുകയും ആ ടെസ്റ്റിൽ പാസ്സാവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സമയബന്ധിതമായി വളരെ തുച്ഛമായ ഫീസ് റേറ്റിൽ അവർ വിത്ത് പ്ലേസ് ചെയ്യുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് പല പ്രൊഫഷണൽ കമ്പനികളിലേക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു സ്ഥാപനമാണ് അൽസാബിക് പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് സെൻറ്റർ. അറിഞ്ഞതേയില്ലേ പുന്നാര പൂങ്കുയിലേ
കവിളിൽ പുമകമുള്ളൊരു പൂവേണു പൂക്കാരാ. പ്രേക്ഷകർക്ക് വിനോദത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും പുതുമകൾ പകർന്നു നൽകിയ മറുനാടും മലനാടും ഇന്ന് തൽക്കാലം ഇവിടെ പൂർണ്ണമാകുകയാണ്. അതിനു മുമ്പ് ഒരു കാര്യം, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമാണ് മറുനാടും മലനാടിൻ്റെയും ശക്തി. അതുകൊണ്ട് എഴുതാൻ മറക്കരുത്, സമ്മാനങ്ങൾ നേടാനും മറക്കരുത്. എല്ലാവർക്കും സമ്മാനങ്ങൾ എഴുതുക, സമ്മാനങ്ങൾ നേടുക. മറുനാടും മലനാടും ഇനി അടുത്ത ആഴ്ച.